ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പതിവ് പോലെ എപ്പോഴും കൊണ്ടു നടക്കുന്ന നമ്മുടെ അമ്മ നമ്മുടെ കൂടെയുണ്ട്. 10 വർഷം തികയാണ്. 2016 സിസ്റ്റർ മാതാവിനെ കൊണ്ട് നടന്നു തുടങ്ങിയത്. 2026 വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് എല്ലാ കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളോടും സിസ്റ്ററോട് പറയാനുള്ളത്, വിളിച്ചാൽ ഓടിയെത്തുന്ന നമ്മുടെ അമ്മ, വിളിച്ചാൽ വിളിപ്പുറത്ത്. അമ്മയെക്കുറിച്ച് അങ്ങനെ പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്തൊരു മകനെ പരിചയപ്പെടാനായിട്ട് ഇടവന്നു. ആ മകൻ, അവൻ കാതിൽ ഒരു കമ്മലിട്ടിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മൂക്കുത്തി, പുരുഷന്മാർ കാതിൽ കമ്മൽ, അതുപോലെ മറ്റു കാര്യങ്ങളെ കുറിച്ച് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ദൈവവചനമാണ് സിസ്റ്റർ ഓർമ്മ വന്നത്. അപ്പൊ ഞാൻ ഈ മകനോട്, ഈ മകനാണെങ്കിൽ അവരുടെ വീട്ടിലൊരു അച്ഛനുണ്ട്, ഒരു മകൻ അച്ഛനാണ്, ഒരു മകൾ സിസ്റ്ററാണ്, പിന്നെ ഈ മകനുണ്ട്, അനിയത്തിയുണ്ട്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ മാതാപിതാക്കൾ പറഞ്ഞിട്ടും അവിടെയുള്ള വൈദികര് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള സിസ്റ്ററും അച്ഛനും ഒക്കെ പറഞ്ഞിട്ടും ഈ മകൻ ആ കമ്മൽ ഊരിയിരുന്നില്ല. വിവാഹത്തിന് ശേഷവും അവൻ ആ സ്വർണ്ണക്കമ്മൽ അണിഞ്ഞുകൊണ്ടേ നടന്നു. യാദൃച്ഛികമായിട്ടാണ് ഞാനും മാതാവും കൂടി അവനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുന്നത്. ഒരൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി, കാതിൽ കമ്മലുണ്ട്, അത് സ്വർണമാണ്. ഞാൻ ചോദിച്ചപ്പോൾ സ്വർണമാണെന്ന് പറഞ്ഞു. ആ മകനോട് സിസ്റ്റർ പറഞ്ഞു, ഞാൻ ഉപദേശിക്കുകയല്ല, പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ സിസ്റ്റർ പറയുകയാണ്, കൽപ്പിക്കുകയാണ്. ദൈവവചനം, ബൈബിളിലുള്ള വിശുദ്ധ പഴയ നിയമത്തിലുള്ള ദൈവവചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ആ മകനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കി നീ ആ കമ്മലൂരി അമ്മയുടെ കാൽപ്പാതയെ സമർപ്പിക്കുക. അങ്ങനെ ചെയ്തിട്ട് ജോലി കിട്ടിയ ഒരു മകന്റെ അനുഭവം കൂടി ഞാൻ ആ മകനോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇത്ര നാളുകളായിട്ടും എൻ്റെ സ്വന്തം പെങ്ങൾ സിസ്റ്ററും എൻ്റെ ആങ്ങള അച്ഛനൊക്കെ പറഞ്ഞിട്ടും ഞാൻ കൂട്ടാക്കാത്തൊരു കാര്യം, കാർമൽ സിസ്റ്ററുടെ അമ്മയുടെ മുഖത്ത് നോക്കി കമ്മലൂരി ഞാനിതായി തൃപ്പാദത്തിങ്കൽ വെക്കുന്നുവെന്ന് തൽക്ഷണമാണ് കമ്മലൂരി വലിച്ചെറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് സൈക്കോളജി കൗൺസിലിങ്ങിനായിട്ട് ഓടി നടക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങളിലേക്ക് സിസ്റ്റർ കിടക്കുന്നില്ല. പക്ഷേ ആ ഒരു വലിയ മല പോലെ വന്ന കാര്യം അമ്മയോട് പറഞ്ഞ് ഒരൊറ്റ നിമിഷം കൊണ്ട് പരിഹാരം കണ്ടെത്തുന്നത് ഇപ്പോൾ സിസ്റ്റർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 10 വർഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് എവിടെ പോകുമ്പോഴും അമ്മയെ കൊണ്ട് നടക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ലൂക്ക 1:46 തിരുവചനത്തിൽ പറയുകയാണ്, തലമുറകൾ തോറും അവരെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന് പറയുമ്പോൾ, തലമുറകൾ തോറും പരിശുദ്ധ അമ്മയെ പരിചയപ്പെടുത്തേണ്ടത് മക്കളായ നമ്മുടെ കടമയാണ്, കർമ്മലീത്തക്കാരായ എൻ്റെ കടമയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതാണ് ഞാൻ. ഉറച്ചു വിശ്വസിക്കും. അത് ഫ്ലൈറ്റിലും ട്രെയിനിലും കാറിലും ഓട്ടോറിക്ഷയിലും എല്ലാത്തിലും ട്രാൻസ്പോർട്ട് ബസ്സിലും എല്ലാം ഈ അമ്മ കൂടെയുണ്ട്. അമ്മയെ കൊണ്ടേ പോകും. അമ്മയെ വഹിക്കുന്ന സിസ്റ്റർ എന്ന് വിളിച്ച് അടുത്തു വരുന്ന പലരെയും സിസ്റ്റർ കണ്ടിട്ടുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.